ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ട് ഒരു 3 ദിവസമായിട്ട് മമ്മിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ കറക്കായിരുന്നു. അപ്പോൾ ഇന്നാണൊന്ന് ഫ്രീ ആയത്. ആളിന് 2 ദിവസം കഴിയുമ്പോൾ തിരിച്ച് ഷാർജയിലേക്ക് പോവുകയും വേണം. അപ്പോൾ ഇന്ന് ഞങ്ങൾ മമ്മിയുടെ അനിയത്തിയുടെ വീട്ടിലേക്കാണ് പോണത്. ആദ്യം മമ്മിയുടെ അനിയത്തിയുടെ വീട്ടിലാണ് മമ്മിയുടെ അമ്മച്ചി, അതായത് എൻ്റെ മദർ ഇൻ ലോയുടെ അമ്മ ഉള്ളത്. അപ്പോൾ ഇത് ഞങ്ങളുടെ കോഴഞ്ചേരി പാലമാണ്. അപ്പുറത്ത് വേറൊരു പാലം കൂടി വരുന്നുണ്ട്. അതിൻ്റെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായിക്കൊണ്ട് ഇരിക്കണം കേട്ടോ. അപ്പം പാലം കഴിഞ്ഞാൽ ഉടനെ റൈറ്റ് സൈഡിലാണ് ഞങ്ങളുടെ ബസ് സ്റ്റാൻഡ്. ഇത് ഞങ്ങളുടെ ട്രാൻസ്പോർട്ട് ബസ്, പിന്നെ അടുത്തത് ഞങ്ങളുടെ പ്രൈവറ്റ് ബസ്. ഞങ്ങളുടെ കോഴഞ്ചേരിയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ബേക്കറിയാണ് സെൻറ്റ് ജോർജ് ബേക്കറി. അപ്പോൾ ഇതൊക്കെ അറിയാത്തവർക്ക് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. കോഴഞ്ചേരിയിലുള്ളവർക്കൊക്കെ ഇത് സുപരിചിതമായിരിക്കും. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ നമ്മുടെ ദോശക്കട കയറി ഒരു ദോശയൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതാണ് ഇറങ്ങിയത്. കാരണം ഇന്ന് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ നിന്ന് ഒരുപാട് ലേറ്റായിപ്പോൾ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ആറന്മുള ചെങ്ങന്നൂർ റൂട്ട് പോവാണ്. അപ്പോൾ ചെങ്ങന്നൂരാണ് മമ്മിയുടെ അനിയത്തിയുടെ വീട്. അപ്പോൾ ഇതാണ് എൻ്റെ മദർ ഇൻ ലോയുടെ അമ്മ, അതായത് എൻ്റെ മകൻ്റെ വല്യമ്മ. അപ്പം മോനെ കണ്ടിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആളുടെ ഓർമ്മയൊന്നുമില്ല, പണ്ടത്തെ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ. എന്നാലും നടക്കുന്നതിനോ ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഇപ്പോഴും ഇല്ല. പിന്നെ ചേച്ചി നന്നായിട്ട് നോക്കുന്നതുകൊണ്ട് അമ്മച്ചിയെ. പിന്നെ മമ്മിയുടെ അനിയത്തിയുടെ മോളാണ് ഇവളെ. അപ്പോൾ അമ്മച്ചിയോട് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഷിജിച്ചായനെ അമ്മച്ചി കുറച്ച് നാൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഷിജോ എന്ന് പേര് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര വിഷമവും കരച്ചിലും ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളെപ്പോഴും എത്ര സമയമില്ലെങ്കിലും വരുന്ന ഒരു സ്ഥലമാണ് പരുമലപ്പള്ളി. ഇത് അറിയാത്തവരായിട്ടുള്ളവർ വളരെ ചുരുക്കമായിരിക്കും. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഞാനൊരു ഓർത്തഡോക്സ് വിഭാഗത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പരുമലത്തിന്മേലുള്ള വിശ്വാസമൊക്കെ ചെറുപ്പം മുതൽ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സങ്കടങ്ങളും ഒക്കെ പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മളിവിടെ എപ്പോഴും നേർച്ച പറയാറുണ്ട്. അപ്പോൾ അതെല്ലാ വർഷവും വരുമ്പം അത് നമ്മൾ ആ ഒരു നേർച്ച കഴിച്ചിട്ടാണ് പോകാറുള്ളത്. പരുമല തിരുമേനിയെ പറ്റി അറിയാത്തവർക്കായിട്ട് ഞങ്ങളുടെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ പമ്പ നദിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണിത്. മലങ്കര സഭയുടെ ആദ്യത്തെ തന്നെ പരിശുദ്ധനാണ് പരിശുദ്ധ പരുമല തിരുമേനി. എല്ലാ വർഷവും നവംബർ മാസത്തിലാണ് ഈ ഒരു പള്ളി പെരുന്നാൾ നടക്കുന്നത്. ആ സമയത്ത് ഞങ്ങളുടെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നിന്നും പല ഡിസ്ട്രിക്റ്റിൽ നിന്നും നടന്നാണ്, പദയാത്രയായിട്ടാണ് ആളുകൾ ഇവിടേക്ക് വരിക. ഞാൻ എൻ്റെ ഇത്രയും വർഷത്തിനിടയിൽ ഒരേ ഒരു പ്രാവശ്യമാണ് നടന്നു വന്നിട്ടുള്ളത്. ഇനിയും ദൈവം അനുവദിച്ചാൽ നടന്നു വരണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ദൈവം അത് സാധിപ്പിക്കട്ടെ.